ഹലോ ഗായ്സ്, എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് 5th എപ്പിസോഡാണ്. ടീച്ച് യു ലെസൺ സീരീസിന്റെ കിടിലൻ എപ്പിസോഡാണ്. സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ നോക്കുക. ഈ വീഡിയോയ്ക്ക് നമ്മൾ ടാർഗറ്റ് ചെയ്തേക്കുന്ന വെറും 20 ലൈക്കാണ്. സോ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പൊ നമുക്ക് കഥയിലോട്ട് പോവാം. കഥ തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ കാണുന്നത് ഒരു ടീച്ചർ അമ്മയ്ക്കൊരു മെസ്സേജ് എഴുതി വെച്ചിട്ട് മരിക്കാൻ പോകുന്നതാണ്. തൂങ്ങിച്ചാവാൻ നിൽക്കുമ്പോഴാണ് നമ്മുടെ ആനി ചേച്ചി വന്നിട്ട് ടീച്ചർമാർക്കുള്ള ഒരു ടെസ്റ്റ് ഉണ്ട്, എന്താ മിസ് വരാത്തെന്ന് പറഞ്ഞ് മിസ്സിനെ വിളിക്കാൻ വന്നേക്കണേ. അങ്ങനെ മിസ് ആ ടെസ്റ്റ് എഴുതാൻ പോകുന്നു. അങ്ങനെ ടെസ്റ്റിന് ശേഷം ആനിച്ചേച്ചി പറയുന്നു, നിങ്ങൾക്ക് ഇനി കുറച്ച് ദിവസത്തേക്ക് ലീവ് ആണെന്ന്. അപ്പൊ മിസ്സുമാർ പറയുന്നു, അതിന്റെ ലീവ് എന്തിനാ, ഡിപ്രഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അതിന് ലീവ് എന്തിനാന്ന് വെക്കുന്നു. അത് പറയുന്നു, മരിക്കുന്നതിനേക്കാൾ നല്ല ലീവ് എടുക്കണല്ലേ എന്ന് വെക്കുന്നു. പിന്നെയാണ് ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത്. ഈ ടീച്ചറിന്റെ അമ്മ നേരത്തെ തന്നെ ഹാജിൻ അണ്ണനെ പോയി കണ്ടിട്ടുണ്ടായിരുന്നു. എന്റെ മോൾക്ക് എന്തൊക്കെയോ വിഷയമുണ്ട്, ഈ ഡയറി വായിച്ചു നോക്ക്, അവൾ എഴുതി വെച്ച ഈ ഡയറിയിൽ ഇതൊക്കെയെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ നിന്ന് ERPB ഇടപെടുന്നതാണ് കാണിക്കുന്നത്. ആദ്യമേ ഇത്രയും നാൾ കണ്ട പോലെ വലിയ പിള്ളേരൊന്നും അല്ല ഈ സ്കൂളിലുള്ളത്, എല്ലാം കുഞ്ഞു പിള്ളേരാണ്. അപ്പം മിസ്സിനോട് റെസ്റ്റ് എടുക്കാൻ പറയുന്നു. മിസ്സിന്റെ സ്കിന്നിന് എന്തോ വിഷയമുണ്ട്, അതിന് റെസ്റ്റ് എടുക്കണം, അതേപോലെ ഡോക്ടറിനെ കാണണം എന്ന് പറയുന്നു. അപ്പൊ ആ പിള്ളേരെ ആര് പഠിപ്പിക്കുന്നു ചോദിക്കുമ്പോൾ പറയുന്നു, അതിന് പുതിയ സാറ് വരും എന്ന് പറയുന്നു. പറഞ്ഞു, അയ്യോ ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും ഈ രോഗം വരും എന്ന് പറയുമ്പോൾ പറയുന്നു, ഈ സാറ് കുറച്ചും കൂടെ ഒരു ഇതാന്ന് പറയുന്നു. ആളെ ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹാജിനണ്ണനാണ് സാറായിട്ട് വരുന്നത് പിള്ളേരെ പഠിപ്പിക്കാനായിട്ട്. പിള്ളേരാണെങ്കിൽ ഭയങ്കര കുസൃതി കാര്യങ്ങൾ, ഒരു 4-5 വയസ്സുള്ളൂ പിള്ളേർക്ക്. അങ്ങനെ പിള്ളേരെ മൂത്രം ഒഴിക്കാൻ കൊണ്ടുപോക്കും, അങ്ങനെ കുറെ രസമായ കാര്യങ്ങളാണ് തുടക്കം കാണിക്കുന്നത്. അങ്ങനെ ഹാജിനണ്ണൻ മടുത്ത് പണ്ടാരടങ്ങിയാണ് റൂമിലോട്ട് വരുന്നത്. എന്നിട്ട് ഭാര്യയുടെ ഫോട്ടോ നോക്കി പറയുകയാണ്, ഇത്ര പാടാണ് പിള്ളേരെ പഠിപ്പിക്കാനെന്ന്. എന്നിട്ട് ഹാജിനണ്ണൻ നേരെ ബുക്ക് എടുത്ത് മിസ്സിന്റെ കഥ വായിച്ചു തുടങ്ങുകയാണ്. അങ്ങനെ ആ ബുക്ക് വായിക്കുമ്പോഴാണ് മനസ്സിലാവണേ, ടീച്ചർ ഫസ്റ്റ് ഡേ തന്നെ പിള്ളേരെയൊക്കെ പരിചയപ്പെടുമ്പോൾ ഒരു കൊച്ച് മാത്രം മിണ്ടാട്ടം കുറഞ്ഞൊരു കൊച്ചുണ്ട്. ആ കൊച്ചിന്റെ അമ്മയായിട്ട് പരിചയപ്പെടും. ആ അമ്മ പിന്നെ ചോദിക്കും, മെസ്സേജ് അയച്ചോട്ടെ കാര്യങ്ങളൊക്കെ സംസാരിക്കാനും. അപ്പൊ മിസ് പറയും, അതിനെന്താ, എല്ലാം എപ്പോഴും സംസാരിച്ചോ, ഞാൻ റിപ്ലൈ തന്നേക്കാന്ന് പറയും. പിന്നെ ആ കൊച്ചിന്റെ അമ്മ മെസ്സേജ് അയക്കലോടെ അയക്കില്ല. ആ കൊച്ചിന് അങ്ങനെ ചെയ്യാൻ പാടില്ല, ഇങ്ങനെ ചെയ്യാൻ പാടില്ല, ആ കൊച്ചിന് ഇങ്ങനെ പഠിപ്പിക്കണം, അങ്ങനെ പഠിപ്പിക്കണം. അങ്ങനെ ഈ ടീച്ചറിന് സ്ട്രെസ് വരെ ആവുന്നു. അങ്ങനെ അവസാനം ഇവരൊരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് ഇടുമ്പോൾ പുള്ളിക്കാരി ഇൻസ്റ്റൈഡ് തപ്പി പിടിച്ചു എന്ന് കമന്റ് ഇടുന്നു. കാരണം നിങ്ങൾക്ക് പൈസ കിട്ടിയിട്ടല്ലേ പഠിപ്പിക്കണേ, എന്നിട്ട് ഇങ്ങനെയാണോ പഠിപ്പിക്കണേ, അങ്ങനെ ഇങ്ങനെയാന്ന് വെച്ചാൽ മൊത്തത്തിൽ മിസ്സിന്റെ ഊപ്പാട് തിരിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മിസ് അവസാനം സഹിയായിട്ട് ഇൻസ്റ്റഗ്രാം കളയുക വരെ ചെയ്യുന്നു. അങ്ങനെ മിസ് ആ യൂജിൻ എന്നാണ് ആ കൊച്ചിന്റെ പേര്, ആ കൊച്ചിനെ മോട്ടിവേറ്റ് ഒക്കെ ചെയ്ത് പിള്ളേരോട് കൂട്ടൊക്കെ കൂടിപ്പിച്ച് കളിക്കുന്നതിന്റെ ഇടയ്ക്ക് ഒരു വട്ടം ആ കൊച്ചും വേറെ കൊച്ചോടെ തട്ടി വീഴുന്നു. ഈ പയ്യനാണെങ്കിൽ, ഈ യൂജിനാണെങ്കിൽ ആ കൊച്ചിന്റെ നേരെ ഒരു പന്ത് വെച്ച് കണ്ണിലോട്ട് എറിയുന്നു. ഒന്നും പറ്റണമൊന്നുമില്ല. അങ്ങനെ 2 അമ്മമാരെ വിളിപ്പിക്കുന്നു. അപ്പൊ മറ്റേ കൊച്ചിന്റെ അമ്മ പറയുന്നു, ഈ കൊച്ചൊരു സോറി പറഞ്ഞാൽ മതി എന്ന് പറയുന്നു. പക്ഷെ ഈ അമ്മയാണെങ്കിൽ സമ്മതിക്കുന്നില്ല യൂജിന്റെ. എന്തിനു സോറി പറയണം, എന്റെ കൊച്ചിന് വിഷമമായി, അവന് ട്രോമറ്റൈസ് ആയി, അങ്ങനെയൊക്കെ പറഞ്ഞ് ഈ പെണ്ണുമുള്ള വിഷയം ഉണ്ടാക്കുകയാണ്. എന്നിട്ട് ഈ മിസ്സിനെ ഒറ്റയ്ക്ക് കണ്ടിട്ട് പറയാണ്, മിസ്സിന്റെ നമ്പർ ആട്ടെ എന്നൊക്കെ പറയാണ്. കാരണം പുള്ളിക്കാരിക്ക് സോറി പറയാനൊന്നും സമ്മതമല്ല, വിഷയം ഉണ്ടാക്കണം. എന്ത് കാര്യത്തിലാണെന്നും അറിയില്ല, എന്തൊരു തള്ളയാണ് എന്ത് ഇത്. അങ്ങനെ മെസ്സേജിങ് കാര്യങ്ങളൊക്കെ ആ പെണ്ണുമ്പോൾ നിർത്തിയിട്ട് ഫോണിൽ വിളി തുടങ്ങി. എന്നുവെച്ചാൽ ഇവരൊരു മീറ്റിംഗ് വിളിക്കാന്ന് പറഞ്ഞായിരുന്നു, കൊച്ചുങ്ങൾ തമ്മിൽ വഴക്കായതിന്റെ. അപ്പൊ എന്തായാലും ഈ അമ്മയ്ക്ക് എതിരെ വരുമെന്ന് ഉറപ്പാണ് കേസ്. പക്ഷെ പുള്ളിക്കാരി മിസ്സിനെ വിളിച്ച് ഇങ്ങനെ തലയ്ക്ക് സ്വൈര്യം കൊടുക്കാണ്ടിരിക്കുകയാണ്. മിസ്സിനാണെങ്കിൽ സ്ട്രെസ് കാര്യങ്ങളൊക്കെ കൂടിക്കൊണ്ട് വരുവാണ്. കാരണം എപ്പോഴും വിളിയോട് വിളി ഈ പെണ്ണുമ്പുള്ള. അങ്ങനെ ആ പെണ്ണുമ്പുള്ള തലയ്ക്ക് സ്വൈര്യം കൊടുക്കാനുള്ള ഈ മിസ്സിന്റെ. അവസാനം ആ മിസ്സിന് ചെറിയ ചെറിയ അസുഖങ്ങളൊക്കെ വന്നു തുടങ്ങി, സ്ട്രെസ് കൂടിയുള്ള. എന്നിട്ടും ആ പുള്ളിക്കാരി ദേഷ്യം വരും നമുക്ക് കണ്ടോണ്ടിരുന്ന. അവളുടെ മോന്തക്കുറ്റി അടിച്ച് പൊട്ടിക്കാൻ തോന്നുന്നു. അവള് പിന്നെ വന്ന് ഒച്ചനാക്കിട്ട് തോന്നുന്നു ഈ പാവ മിസ്സിനോട്. ആ പെണ്ണുമ്പുള്ള മാത്രമല്ല, അതിനെ കെട്ടിയവനും കണക്കാ. ആ കൊച്ചിനെ വന്നിട്ട് ബലമായിട്ട് ക്ലാസ്സിൽ നിന്ന് പിടിച്ചുകൊണ്ട് പോവാണ് പുള്ളിക്കാരൻ, അച്ഛൻ. അങ്ങനെ ആ പെണ്ണുമ്പുള്ള ഈ മിസ്സിനെതിരെ കേസ് വരെ കൊടുത്തു. കാരണം ഈ കൊച്ചിന് ഹറാസ് ചെയ്തു, അങ്ങനെ ഇങ്ങനെയാന്ന് പറഞ്ഞത്. അങ്ങനെ ആ ടീച്ചർ പോലീസ് സ്റ്റേഷനിൽ പോകുന്നു, കരയുന്നു. അങ്ങനെ കുറെ ദിവസങ്ങൾ പോകുന്നു. മൊത്തത്തിൽ പറഞ്ഞ ഒരു കൊച്ചുകാരനല്ല, കൊച്ചിന്റെ തള്ള കാരണം ആ ടീച്ചറിന്റെ മൊത്തം ലൈഫേ മുഞ്ചി തുടങ്ങി. അങ്ങനെ ആ മിസ്സിന്റെ ഒരു ചുണ്ടിങ്ങനെ പെടച്ചുകൊണ്ടിരിക്കും. ആ സ്ട്രെസ്സിന്റെ കുഴപ്പം കൊണ്ടാണ്. അങ്ങനെ അവസാനാണ് ആ പിള്ളേരൊന്നും വരില്ല ഈ മേഡം ഉണ്ടെങ്കിൽ, അങ്ങനെ ഒരു പേര് മൊത്തത്തിൽ വന്നു. അങ്ങനെയാണ് ഈ മേഡം ആദ്യമേ മരിക്കാൻ പോണത്, തൂങ്ങിച്ചാവാൻ. അങ്ങനെ ഹാജിരണ്ണൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പയ്യൻ ഉറങ്ങുവാണ്, ഈ പയ്യൻ ഇരിക്കുവാണ്, ഈ പയ്യൻ അങ്ങോട്ട് നോക്കുവാണ്, ഇങ്ങോട്ട് നോക്കുവാണ്. അങ്ങനെയും പറഞ്ഞ് ഈ പെൺപിള്ളേരെ ഫുൾ ടൈം വിളി തുടങ്ങി. ഈ പെൺപിള്ള എങ്ങനെയാണോ ആ മിസ്സിനെ സ്ട്രെസ് ആക്കിയത്, അതേപോലെ ഹാജിനണ്ണൻ തിരിച്ച് പണിത് കൊടുത്തോണ്ടിരിക്കുകയാണ്. കാരണം ഉറങ്ങുവാണ്, ഇരിക്കുവാണ്, എന്താ ചെയ്യേണ്ടത്, ഇത് ചെയ്ത അബ്യൂസ് ആണോ, അത് ഇതെന്നൊക്കെ പറഞ്ഞ് തലയ്ക്ക് സ്വൈര്യം കൊടുക്കാണ്ടിരിക്കുന്നു. അങ്ങനെ ആ പെൺപിള്ളയുടെ സ്വൈര്യം പോയപ്പോൾ അവൾക്ക് മനസ്സിലായി കോൾ ചെയ്യരുത് കാര്യങ്ങളൊക്കെ. അവള് നേരെ ഒന്ന് ഹാജിനണ്ണനോട് പറയാണ്, ഇനി എന്നെ വിളിക്കും വേണ്ട, മെസ്സേജ് അയക്കും വേണ്ട, ഞാൻ എന്റെ കെട്ടിയവനോട് പറഞ്ഞു കൊടുക്കും, കെട്ടിയവൻ ഇന്നലെ തന്നെ നല്ല ചൂടാർന്നു എന്നൊക്കെ പറയാണ് ഹാജിനണ്ണനോട്. അങ്ങനെ നമ്മുടെ ഹാജിൻ
നേരെ പോണത് ഉജിന്റെ അച്ഛനെ കാണാനാണ്. എന്നിട്ട് അവിടെ വെച്ച് നിന്റെ ദേഷ്യം മര്യാദയ്ക്ക് കുറച്ചോളണം, ആദ്യം കുറെ കളിയാക്കലൊക്കെ ഉണ്ട്, എന്നിട്ട് നിന്റെ ദേഷ്യം കുറച്ചോളണം, മേലെ നിന്റെ കെട്ടിയോള് വന്നിട്ട് എൻ്റെ കെട്ടിയവൻ ആംഗ്രി ആണെന്നെങ്ങാനും എന്നോട് പറഞ്ഞാൽ അപ്പം ഞാൻ കാണിച്ചു തരാമെന്നുകൊണ്ട് ഹാജിനെണ്ണം പോകുന്നു. അങ്ങനെ യുജിൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അമ്മ വന്നിട്ട്, അമ്മ എന്നൊന്നും വിളിക്കാൻ പറ്റില്ല, എന്നാൽ അമ്മ പോലത്തെ സ്വഭാവമുള്ള പുള്ളിക്കാരി വന്നിട്ട് ആ കൊച്ചിനെ പിടിച്ചുകൊണ്ട് പോകുന്നു ക്ലാസ്സിൽ നിന്ന്. നീ ഇവിടെ ഇനി പഠിക്കണ്ട, നമുക്ക് വേറെ സ്ഥലത്തോട്ട് പോകാമെന്നും പറഞ്ഞു. അങ്ങനെ നമ്മുടെ ടീച്ചറിന് കൊടുത്ത പണിയുണ്ടല്ലോ, ഈ പോലീസ് സ്റ്റേഷനിൽ കയറ്റാൻ വേണ്ടി കൊണ്ട് കേസ് കൊടുത്തത്, ഹാജിനാണ് തിരിച്ച് അങ്ങനെ ഒരു കേസ് കൊടുക്കുന്നു. അമ്മ ആ കൊച്ചിനെ സ്കൂളിൽ നിന്ന് വലിച്ചുകൊണ്ടാണ് പോയത്, അതൊരു അബ്യൂസ് ആണെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഇവളും കയറട്ടെ എന്ന് ഓർക്കുകയാണ് ഹാജിനാണ്. അങ്ങനെ ആൾക്കാർ മൊത്തം അറിഞ്ഞ് അതൊരു പയ്യെ ചർച്ചയായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ അമ്മയുടെ കാര്യം. അങ്ങനെ ആ പെണ്ണുമ്പുള്ള സ്കൂളിലോട്ട് വരുമ്പോഴാണ് നമ്മുടെ ഹാജിനണ്ണനെ കാണുന്നത്. അപ്പൊ ഹാജിനണ്ണനോട് പറയുകയാണ്, ഞാൻ ERPB കൊണ്ടുപോയി കേസ് കൊടുക്കും ഇങ്ങനെ കാര്യങ്ങൾ എന്ന് പറഞ്ഞു. അപ്പൊ ഹാജിനണ്ണൻ പറയുന്നു, ഞാൻ ERPBയിലെ ഒരു ഓഫീസറാണ്, നിങ്ങളുടെ സ്വഭാവം കണ്ടിട്ട് തന്നെ ഇങ്ങോട്ട് വന്നാന്ന് പറയുന്നു. അങ്ങനെ ആ പുള്ളിക്കാരി പറഞ്ഞു, ഏത് അമ്മമാരും ഇങ്ങനെയാണ് പെരുമാറുള്ളൂ എന്ന് പറയുന്നു. അപ്പൊ ആ ടീച്ചറിന് ഒരു അമ്മയില്ലേ, അപ്പൊ ആ ടീച്ചറിന്റെ അമ്മയുടെ അവസ്ഥ ഒന്ന് ആലോചിക്കാൻ പറയും. അപ്പോഴും ഇവള് പറയുന്നു, അങ്ങനെയൊന്നുമില്ല, എനിക്ക് എന്റെ മോനെ വലിയെന്ന് പറയുന്നു. എന്നിട്ട് ക്ലാസ്സിലോട്ട് വന്ന് നോക്കുമ്പോൾ നമ്മുടെ ആ ഉജിനും മിസ്സും അവിടെ ഇരിക്കുന്നുണ്ട്. ഉജിനാണെങ്കിൽ കരഞ്ഞുകൊണ്ട് ആ മിസ്സിനെ കെട്ടിപ്പിടിക്കണമൊക്കെ ഉണ്ട്. കാരണം ഞാൻ കാരണമാണ് മിസ്സിന് ഇതൊക്കെ പറ്റിയത്, എന്റെ അമ്മയ്ക്ക് എന്നെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞു. അങ്ങനെ അത് കണ്ടുകൊണ്ടിരിക്കുവാണ് നമ്മുടെ ഈ പെൺമുള്ള. എന്നിട്ട് ഹാജിനണ്ണം പറയുകയാണ്, ഇങ്ങനെ പിള്ളേരെ വളർത്തി കഴിഞ്ഞാൽ ആ പയ്യൻ വലുതാകുമ്പോൾ മോശമായിട്ട് അവരോട് ഒറ്റപ്പെട്ടു പോകും, വെറുതെ ആ കൊച്ചിന്റെ ലൈഫ് കളയല്ലേ, നിങ്ങൾ ആദ്യം തന്നെ മാറുന്നു. അങ്ങനെ ആ പെൺപിള്ളയും ചെറിയ വിഷമമൊക്കെ വന്നു തുടങ്ങി. അവൾക്ക് വിഷമം വരണ തന്നെ വലിയ കാര്യം, കാരണം അത്ര ചെറ്റായിരുന്നു അവള് പണ്ട്. പിന്നീട് കാണിക്കുന്നത് ആ യൂജിന്റെ അമ്മേനെയും കെട്ടിയവനെയും കൂടെ മറ്റേ വിചാരണ ചെയ്യുന്നതാണ് കോടതിയിൽ. അതിനുശേഷം നമ്മുടെ ചീഫ് മാധ്യമങ്ങളുടെ മുമ്പിൽ ടീച്ചർമാർക്ക് ഹെൽത്ത് കെയർ പ്രൊവൈഡ് ചെയ്യും, അതേപോലെ അവർക്ക് സ്ട്രെസ് കാര്യങ്ങളുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യും, അതേപോലെ ഇൻവെസ്റ്റിഗേഷൻ കുറെ കൂടെ പ്രോപ്പർ ആക്കും. അങ്ങനെയൊക്കെ പറഞ്ഞ് അങ്ങനെ നിൽക്കുവാണ് കഥ. അങ്ങനെ കഥയുടെ അവസാനമാണ് ഒരു ട്വിസ്റ്റ് കാണുന്നത്. അതിൽ ഹാജിനണ്ണൻ തന്റെ ഭാര്യയുടെ മരിച്ചുപോയ ഭാര്യ ഉണ്ടല്ലോ, അവളുടെ ഡയറി എടുത്ത് വായിക്കുകയാണ്. അപ്പോൾ അതിലൊരു പേജ് എത്തിയപ്പോ ഒരു പയ്യന്റെ പേര് എഴുതിയിട്ട്, എന്റെ ഹൃദയം വേദനിക്കുന്നു, ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു പയ്യനോട് ഞാൻ എങ്ങനെ പൊറുക്കും, അങ്ങനെയൊക്കെ എഴുതിയേക്കണേ. അതൊരു ട്വിസ്റ്റിലാണ് അവിടെ അവസാനിക്കുന്നത്. ഇനി എന്താവുമെന്ന് അടുത്ത എപ്പിസോഡിൽ കാണാം. അടുത്ത എപ്പിസോഡായിട്ട് വേഗം വരാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ.